യേശുവേ സ്തുതി, ആരാധന. പ്രിയപ്പെട്ടവരെ, അച്ഛൻ 10 മിനിറ്റ് നേരാണ് വചന സന്ദേശം തരുന്നത്. വചനം നമ്മൾ ഭക്ഷിക്കണം. അവിടുന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുവചനം. അവിടെ നൽകിയ വചനം ഞാൻ ഭക്ഷിച്ചു. ആ വചനം ഭക്ഷിക്കുന്ന സമയമാ. വീണ്ടും ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം അയക്കും. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, ദാഹജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, കർത്താവിന്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വചനം ഭക്ഷിക്കുകയും വചനം സ്വീകരിക്കുകയും ചെയ്തുവെങ്കിലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അവിടുന്ന് അഭിഷേകത്തിൽ വളരാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അച്ഛൻ ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ ഒരു മലയാളി കുടുംബത്തില് അവിടെ വീട് വെഞ്ചരിച്ചു. അതിനുശേഷം അപ്പനും അമ്മയും തമ്മിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം 1 മണിക്കൂർ സമയം ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. എന്നെ അതിൽ ഒത്തിരിയേറെ സ്പർശിച്ചൊരു കാര്യം, ഈ അപ്പനും അമ്മയും സംസാരിക്കാനുള്ള വിഷയം അവരുടെ മക്കളെ കുറിച്ചും. അവര് യൂത്തായി, ഇനി അവരിത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയമാണ്. ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ഇനി ഭാവി എന്തായിരിക്കും, ഏത് രീതിയിലുള്ളതായിരിക്കും അവർക്കൊരു ജീവിത പങ്കാളിയെ കിട്ടുന്നത്, ഇതിനെക്കുറിച്ച് ആ മാതാപിതാക്കളുടെ ആകുലതയാണ്. അപ്പൊ ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ, അച്ഛൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോ എവിടെയെങ്കിലും അച്ഛൻ നല്ല കൊച്ചുങ്ങളെയൊക്കെ കണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. കാരണം ഈ കുടുംബത്തിലേക്ക് ഒരു ദൈവഭക്തിയുള്ള വചനമൊക്കെ അറിയുന്ന ഒരു കൊച്ചിനെ കിട്ടണം. അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എവിടെയെങ്കിലും ചെല്ലുകയാണെങ്കിൽ അച്ഛൻ ഒന്ന് എന്നോടൊന്ന് പറഞ്ഞോളൂ. ഓരോ മാതാപിതാക്കളുടെ വേദനയാണ്, ഓരോ മാതാപിതാക്കളും മക്കളെ കുറിച്ചുള്ള ആകുലതയാണ്, അവർ ഹൃദയത്തിൽ കൊണ്ടുപോയി നടക്കുന്ന നൊമ്പരമാണ് അമേരിക്കയുള്ള ഓരോ മലയാളി മാതാപിതാക്കളുടെ വേദനയും. കാരണം നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും, വയസ്സ് 30-35 വിവാഹം നടക്കാത്ത അവസ്ഥയും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. ഈ മേഖലയെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് തന്ന സന്ദേശമാണ് നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അധികം സമയമില്ലാത്തതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നിങ്ങൾ ഇനി സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനം. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, തോബിത്ത് തന്റെ മകനായ തോബിയാസിന് നൽകുന്ന ഉപദേശങ്ങളാണ്. ഒരപ്പൻ മകന് കൊടുക്കുന്ന ഉപദേശമാണ് തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെയാ വചനം കാണുന്ന. പ്രിയപ്പെട്ടവരെ, അപ്പൻ മകനോട് പറയുക, 4-ാം അധ്യായം 1-ാം തിരുവചനം പറയുക, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കണം. 1-ാമത്തെ ഉപദേശം. 2-ാമത്തെ ഉപദേശം 4-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും, നിന്റെ അമ്മയുടെ കാര്യം നീ ഒരിക്കലും മറക്കരുത്. അമ്മയെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാവരുത്, മറിച്ച് നീ അമ്മയുടെ കാര്യം നോക്കണം. അപ്പൻ തോബിയാസ് കൊടുക്കുകയാണ്, തോബിത്ത് കൊടുക്കുകയാണ്. 3-ാമത്തെ കാര്യം പറയുകയാണ്, ജീവിതകാലം മുഴുവൻ നിന്റെ അമ്മയെ നീ ആദരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, നിന്റെ അമ്മയെ നീ ആദരിക്കണം. അപ്പൻ മോന് കൊടുത്ത ഉപദേശമാണ്. 4-ാമത് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മയുടെ ഹിതം നോക്കണം. എത്രമാത്രം അമ്മയെ സ്നേഹിക്കണമെന്ന് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുള്ള സ്നേഹം പോലെ മോനോട് പറയുക, എന്റെ മോനെ, നിന്റെ അമ്മയെ നോക്കണം, നിന്റെ അമ്മയുടെ ഹിതം എന്തൊക്കെയാണോ അത് നിറവേറ്റി കൊടുക്കണം. അതുപോലെ തന്നെ 4-ാമത് അവിടെ കാണാൻ സാധിക്കും, ഒരിക്കലും നിന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. പണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം മാതാപിതാക്കള് അച്ഛനെ വിളിച്ച് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലെ ഒരു അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, എന്റെ മരുമോൾ എന്നോട് അങ്ങനെ സംസാരിച്ചു അച്ഛാ, എനിക്ക് അവൾക്ക് നന്മ വരാൻ ഞാൻ ആഗ്രഹിച്ച, അവളോട് ഞാൻ അങ്ങനെ ഉപദേശിച്ച്, പക്ഷെ ആ അമ്മ ഹൃദയം നുറുങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, കണ്ണീരോട് കൂടെ പറഞ്ഞു, എന്റെ മോള് എന്നോട് മരുമോൾ എന്നോട് അങ്ങനെ സംസാരിച്ചു. അതിനുശേഷം ഇപ്പൊ ഞാൻ നോക്കി, അവളോട് എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അവള് സംസാരിക്കാത്ത അവസ്ഥ. 19 വയസ്സായ ഒരു അമ്മ വേദനയോടുകൂടെ പറഞ്ഞ. പക്ഷെ ഈ തോബിയാസിന് കൊടുക്കുകയാണ്, എന്റെ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. 5-ാമത് പറയുകയാണ്, 6-ാമത് പറയുകയാണ്, നിന്നെ ഉദരത്തിൽ സംഭവിക്കുന്ന കാലത്ത് അമ്മ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് നീ ഓർക്കണം.
അമ്മ പറഞ്ഞ മോനെ നോക്കി നീ ഈ രൂപത്തിലൊക്കെ ആയി വരാൻ കാരണം എന്താ? അമ്മ ഒരുപാട് വേദനയിലൂടെ ഒക്കെ കടന്നു പോയിട്ടാ നിന്നെ ഈ രൂപത്തിലേക്കും നിന്നെ ഈ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നിന്നെ വളർത്തിക്കൊണ്ട് വന്നത്. വീണ്ടും പറയുകയാണ്, അമ്മ മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. അമ്മ മരിക്കുമ്പോ നീ എന്താ ചെയ്യണ്ടേ? എന്റെ ശവകുടീരത്തിന്റെ തൊട്ടടുത്ത് തന്നെ അമ്മയും കൊണ്ടുപോയി സംസ്കരിക്കണമെന്ന് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അപ്പൻ തോബിത്ത് എന്ന് പറയുന്ന അപ്പൻ മകൻ തോബിയാസിനോട് പറയുക. വീണ്ടും നമുക്ക് 8ാമത് കാണാൻ സാധിക്കും. മകന് കൊടുക്കുന്ന 8ാമത്തെ ഉപദേശമാണ്, ഒരിക്കലും 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും, ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. മോനെ, നമുക്ക് പാപം ചെയ്തിട്ട് ഒന്നും നേടണ്ട. പാപം ചെയ്ത ഒരു പണവും നീ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, അതൊക്കെ നശിച്ചു പോകുള്ളൂ. ഇപ്പൊ നിനക്കത് പാപം ചെയ്ത് മറ്റുള്ളവരെ പറ്റിച്ചൊക്കെ നീ നേടിയെടുക്കുന്നുണ്ടാവും. ഇപ്പൊ നിനക്ക് വലിയ സന്തോഷമൊക്കെ തോന്നും. പക്ഷേ ഇന്ന് അനേകം കുടുംബങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെയുള്ള പലതും നേടിയിട്ട്, പല ധ്യാനത്തിലും അച്ഛൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അന്യായമായി സമ്പാദിച്ചും അന്യായമായി നേടിയെടുത്തും അവിടെ കുടുംബത്തിൽ സമാധാനമില്ല. ആ കുടുംബം ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിൽ ഡിവോഴ്സ്, സമാധാനം ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ഈ അപ്പൻ തോബിത്ത് മകനോട് പറയുക, മകനെ ഒരിക്കലും പാപം ചെയ്യരുത്, അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും അരുത്. വീണ്ടും പറയുകയാണ് 9ാമത്തെ കാര്യം, ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. വീണ്ടും പറയുകയാണ്, അപ്പൊ മോന് പറഞ്ഞു കൊടുക്കുകയാണ് 5-ാമത്തെ വചനം, മകനെ ജീവിതകാലം മുഴുവൻ കർത്താവിനെ ഓർക്കണം. ജീവിതകാലം മുഴുവൻ കർത്താവിനെ ഓർക്കണം. മോനെ, നീ അത് നേടിക്കോ ഇത് നേടിക്കോ എന്നല്ല അപ്പൊ, അതിനേക്കാൾ ഉപരിയാകും നിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം തമ്പുരാൻ കർത്താവിനെ നീ കൊടുക്കണം. ജീവിതകാലം മുഴുവൻ കർത്താവിനെ ഓർക്കണം. തമ്പുരാനെ വിട്ടിട്ട് നമുക്ക് ഒന്നും വേണ്ട മോനെ. ഇതാ അപ്പൻ കൊടുത്ത ഉപദേശം. വീണ്ടും 6-ാമത്തെ വചനം കാണാൻ സാധിക്കും, അനീതി പ്രവർത്തിക്കരുത്. പിന്നെ വീണ്ടും നമുക്ക് 12-ാമത്തെ ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠം ആയിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകും. നിന്റെ ചെയ്തികൾ സത്യസന്ധമായിട്ട് നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, കുറച്ച് നോക്കിക്കോ, കുറച്ച് സാവധാനം എടുത്തോട്ടെ. എന്നാലും നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത വിട്ട് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഓരോ പ്രവൃത്തിയും ചെയ്തോ. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം വായിക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെ നോക്കിയോ, നമ്മൾ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ച് അതിന്റെ വള്ളിയും പുള്ളിയും തെറ്റിക്കാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് അവിടെ വചനം പറയുന്നത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം 7-ാമത്തെ വചനം 4-ാം അധ്യായം തോബിത്ത് 4:7 കാണാൻ സാധിക്കും, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. വീണ്ടും സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യണം, കൊടുക്കണം. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ നീ മടിക്കരുത്. ദരിദ്ര കാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുന്നതായിരിക്കും നീ ഇതുവഴി ചെയ്യുന്നത്. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിനക്ക് ദാരിദ്ര്യം വരുന്ന കാലത്ത് നിന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. ദാനധർമ്മം എന്നത് മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യും. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലൊരു ആഗ്രഹം, കിട്ടും തോറും നമുക്ക് മതിയാവാത്ത അവസ്ഥ. മുത്തുകൊണ്ടെന്റെ മുറം നിറഞ്ഞു, പവിഴം കൊണ്ടെന്റെ കടി നിറഞ്ഞു, നിറപറ നിറഞ്ഞിട്ടും നിറയാത്തത് ഒന്ന് മാത്രം, എന്റെ മനസ്സ് മാത്രം എന്ന് പറയും. എത്ര കിട്ടിയാലും മതി വരാത്ത. പക്ഷെ പ്രിയപ്പെട്ടവരെ, കൊട്ടിക്കും തോറുക നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. വീണ്ടും പ്രിയപ്പെട്ടവരെ, വീണ്ടും 12-ാമത്തെ വചനം ശ്രദ്ധിച്ച് കേൾക്കണേ. 12-ാമത്തെ വചനം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടെ. അത് ഇങ്ങനെ പറയും, നിന്റെ പൂർവീകരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക, അന്യ ജനതകളിൽ നിന്നും വിവാഹം ചെയ്യരുത്. ഒരിക്കൽ കൂടെ പറയുകയാണ്, നിന്റെ പൂർവീകരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം നീ ഭാര്യയെ സ്വീകരിക്കുക, അന്യ ജനതയിൽ നിന്ന് വിവാഹം ചെയ്യരുത്. ഞാൻ ഇന്ന് ആ കുടുംബത്തിൽ ചെന്ന് കുടുംബം വെഞ്ചരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുമായി സംസാരിച്ചു കഴിയപ്പം
ഈ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ ഒരു പ്രാർത്ഥനാരൂപിയുള്ള നമ്മുടെ എന്താ പറയാ ഗോത്രത്തിൽപ്പെട്ട നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ട ഒരു കൊച്ചിനെ കിട്ടാൻ വേണ്ടി അച്ഛന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗോത്രത്തിൽ ഒരു അപ്പൻ കുഞ്ഞ് അന്ന് കൊടുത്ത ഉപദേശമാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും പറയുകയാണ്, അഹങ്കാരം വിനാശം വരുത്തും, അരാജകത്വം വരുത്തും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പിന്നെ അടുത്ത് പറയാം, മകന് കൊടുക്കുന്ന സമയക്കുറവ് കൊണ്ടാണ്. ദൈവ ശുശ്രൂഷ ചെയ്ത നിനക്ക് പ്രതിഫലം ലഭിക്കും. വീണ്ടും കർത്താവിന്റെ വസ്ത്രം കാണാൻ സാധിക്കും. മദ്യപിക്കരുത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവർ. 21-ാമത്തെ വചനം ഞാൻ ചുരുക്കുകയാണ്. 21-ാമത്തെ വചനം പറയുകയാണ്, മകനെ, നമ്മൾ ദരിദ്രരായി ജീവിക്കുന്നതിൽ നിനക്ക് ആദ്യം വേണ്ട സമ്പത്തുണ്ടാവാനുള്ള വഴികൾ പറഞ്ഞു തരിക. ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്തുണ്ടാകും. സമ്പത്തുണ്ടാവാൻ വേണ്ടി തോബിയാസിന് കൊടുക്കുന്ന ഉപദേശമാണ് തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. ഈ സമ്പത്തിന്റെ പിന്നാലെ നെട്ടോട്ടോടുന്ന ഓരോ വ്യക്തികളും അമേരിക്ക വന്നതിന് നമുക്ക് ലക്ഷ്യമുണ്ട്. എന്നാൽ ഈ നെട്ടോട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം, സമ്പത്തുണ്ടാവാൻ തമ്പുരാൻ പറഞ്ഞു തരുന്നത്, നിത്യമായി സമ്പത്തും സമാധാനവും നിന്റെ കുടുംബത്തിലുണ്ടാവാൻ തമ്പുരാൻ കർത്താവ് പറഞ്ഞു തരുന്നത് എന്താണ്? മകനെ, ദരിദ്രരായി ജീവിക്കുന്ന നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, അച്ഛന് ഈ സമയത്ത് ഇതൊക്കെ പറഞ്ഞാലും അച്ഛൻ സമയക്കുറവുകൊണ്ട് അച്ഛൻ നിർത്തിയ തോബിയത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങള് ഇന്ന് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിക്കണം. നമുക്ക് ഈ സമയം 2 കരങ്ങൾ തുറന്നു പിടിച്ച് പ്രാർത്ഥിക്കും. ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. തിന്മയുടെ സ്വാധീനം അറിയുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതം കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും. അഭിഷേകത്തിൽ നിറയും. തടസ്സങ്ങൾ മാറിക്കിട്ടും. അതിനുശേഷം ബഹുമാനപ്പെട്ട ദേവസ്യ കാനഡച്ച് നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയം. നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. 2 കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ കണ്ണുകൾ അടച്ചു പിടിച്ച് 2 കരങ്ങൾ തമ്പുരാന കരങ്ങളിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 പ്രിയപ്പെട്ടവരെ, ശാന്തമായിക്കൊണ്ട് കരങ്ങൾ കൂപ്പിപിടിച്ച് കർത്താവിന്റെ ആശീർവാദം നാം സ്വീകരിക്കാൻ പോവുകയാണ്. ഈശോ നമ്മെ നമ്മുടെ കുടുംബത്തെയും ആശീർവദിക്കുന്ന സമയമാണ്. നമുക്ക് ഈ സമയം കരങ്ങൾ കൂപ്പിപിടിച്ച് ആശീർവാദം സ്വീകരിക്കാം. തിരുവചനത്തിന്റെ ശക്തിയാൽ ആത്മാഭിഷേകത്താൽ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, കൊച്ചുകുട്ടികളെയും വിദ്യാർത്ഥിനികളെയും യുവതിയുവാക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവീശ്വരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.